കുട്ടികൾ കാണുമ്പോൾ കുട്ടികൾ കാണുന്ന കാഴ്ചകളുടെ എണ്ണം വളരെ കുറവാണ്. പ്രത്യേകിച്ച് ആ കാലത്ത് കൂടുതലും അത് നമുക്ക് കാണാൻ വേറെ അവസരങ്ങളില്ല. ഇപ്പോഴാണെങ്കിലും കുട്ടികൾ ഇപ്പൊ അവർക്ക് ഇപ്പൊ തിരിച്ചു പറയുകയാണെങ്കിൽ അവർക്ക് മൊബൈലുണ്ട്, അവർ കാണുന്നുണ്ട്. പക്ഷെ എന്നാലും അവർ കാണുന്ന കണ്ടന്റ് സെൻസേർഡ് ആണ്. അവരുടെ പാരന്റ്സിന് അറിയാലോ കാർട്ടൂൺ ആണോ മറ്റേ എന്തെങ്കിലും പഠിക്കാനുള്ളതാണോ. ഒരു ചെറിയ ഒരു മൊബൈൽ സ്ക്രീനിൽ കാണുന്ന കാഴ്ചയല്ലല്ലോ നമ്മൾ ഇത്രയും വലിയൊരു ഇതിൽ കാണുന്നത്. അത് ഇരുട്ടത്തിരുന്നിട്ട് കാണാണ്. ഇരുട്ടത്ത് നമ്മളെ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിച്ച് കാണാണ് നമ്മുടെ മുന്നിൽ. അപ്പൊ ആ കാഴ്ച കുറച്ചുകൂടി വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ പതിക്കുമെന്നുള്ളതാണ് അതിലെ കാര്യം. ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. എൻ്റെ സ്റ്റുഡിയോൻ്റെ അകത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് അവരുടെ മക്കളുമായിട്ട് വരും. വിശാഖ് എന്ന് പറഞ്ഞൊരു ഡയറക്ടറുണ്ട്, അല്ലെങ്കിൽ അൻസർ ഷാ എന്ന് പറഞ്ഞ ക്യാമറമാൻ, ഇവരൊക്കെ മക്കളുമായിട്ട് വരും. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു പോർഷൻ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കും. അവർക്ക് സൗണ്ടൊക്കെ അറ്റ്മോസ്ഫിയറൊക്കെ സൗണ്ടൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ, വലിയ സ്ക്രീനൊക്കെ. അപ്പോൾ നമ്മളങ്ങനെ പ്രശ്നമില്ലാത്ത ഏതെങ്കിലും മഴയോ ഇതൊക്കെ ഉള്ള അവർക്ക് കാണാൻ രസമുള്ള അങ്ങനത്തെ എന്തെങ്കിലും സീനുകളാണ് വെച്ച് കൊടുക്കുക. പക്ഷെ എനിക്കിപ്പോഴും അറിയാം, അന്നൊക്കെ ഈ ഇലവിഴ പൂഞ്ചിറയിലെ ഒരു സീനൊക്കെ കുഞ്ഞുങ്ങളെ കാണിച്ചിട്ടുണ്ട് ഞാൻ. അതായത് മറ്റേ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സീനൊക്കെയാണ് കാണിക്കുക. അതുപോലെ വൈറസ് ഡിസൈൻ ഹോസ്പിറ്റലിൽ ഒരു സീൻ കാണിക്കുന്നു. ഈ കുട്ടികൾ ഈ സിനിമ കണ്ടാലും ഇല്ലെങ്കിലും ഇവർ വലുതായതിനു ശേഷം ഇവർക്ക് ആ കാഴ്ച ഇവർക്ക് ഓർമ്മയുണ്ട്. ഇവരെപ്പോഴും നമ്മളെ കാണുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അജയ് മാമൻ അന്ന് മഴ കേൾപ്പിച്ചെന്നല്ലേ, എന്ത് മഴയായിരുന്നു. അതവർ മറക്കില്ല, അത് നമുക്ക് ഉറപ്പാ. ഞാൻ നാടകത്തിൽ ഞാൻ 2ാം ക്ലാസ് തൊട്ട് നാടകം കളിക്കുന്ന ഒരു ആ കുട്ടികളുടെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. അത് ഭയങ്കര റോങ് ആണ്, നമ്മൾ ചെയ്യാൻ പാടില്ല. അഡൽട്സ് ഓൺലി സിനിമകളിൽ നിന്ന് അവർ തന്നെ സിനിമക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള സിനിമകൾ കുട്ടികളെ കാണിക്കരുത്.